മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ചെൽസിയുടെ അപ്ഡേറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവര് പുതിയ സ്ട്രൈക്കർമാരെ വാങ്ങിക്കൂട്ടുകയാണ്. ഇപ്പോ ബ്രൈറ്റണിൽ നിന്ന് ജാവോ പെഡ്രോയെ ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 7 വർഷത്തെ കോൺട്രാക്ട് ആണ് ജാവോ പെഡ്രോ ചെൽസിയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. 50 മില്യൺ പ്ലസിന്റെ ഒരു ഡീല് ക്ലോസ് ചെയ്തു എന്നുള്ള വാർത്തയും നമ്മൾ കാണുന്നുണ്ട്. ചെൽസിയുടെ ഇപ്പോഴത്തെ സ്ട്രൈക്കർമാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കോളസ് ജാക്സൺ ഉണ്ട്, എൻകുങ്കു ഉണ്ട്, ഡിലാപ്പിനെ വാങ്ങിച്ചു, ഇപ്പം ജാവോ പെഡ്രോനെ കൂടി വാങ്ങിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതൊക്കെ സ്ട്രൈക്കേഴ്സിനെ അടുത്ത ടീമിൽ ഉണ്ടാകും എന്ന കാര്യം മലസ്കയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട്. ചെൽസിയുടെ ബോർഡ് ആരൊക്കെ സെല്ല് ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പൊ നിക്കോളസ് ജാക്സനെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള റൂമർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ലോങ് ടേം കോൺട്രാക്ട് ചിലപ്പോൾ ഒരു പ്രശ്നമായി തീരാൻ സാധ്യതയുണ്ട്. എൻകുങ്കു എന്തായാലും ഈ ഒരു സമ്മറിൽ പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ കൂടി വരികയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. വെസ്റ്റാമിൽ നിന്ന് മുഹമ്മദ് കുഡൂസിനെ കൊണ്ടുവരാൻ വേണ്ടി സ്പേഴ്സ് ശ്രമം നടത്തുന്നു എന്നുള്ള വാർത്ത മാറ്റ്ലോ ഒക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഡൂസിന്റെ കോൺട്രാക്റ്റിൽ ഒരു റിലീസ് ക്ലോസ് വെച്ചിട്ടുണ്ട്. 85 മില്യന്റെ റിലീസ് ക്ലോസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എന്തായാലും 85 മില്യൺ കൊടുക്കാൻ പോകുന്നില്ല. 60 മില്യന്റെ ഒരു ഓഫർ കൊടുക്കാൻ സ്പേഴ്സ് തയ്യാറാണ് എന്നുള്ള വാർത്ത ഗാർഡിയൻ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലെയറുടെ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. നെഗോസിയേഷൻ നടക്കുന്നു എന്നുള്ള വാർത്ത പല ചാനലുകളും ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. പുള്ളിയുടെ ഈ സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഗോളും 3 അസിസ്റ്റ് അടക്കം ഒരു ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല റൈറ്റ് വിങ്ങിലോ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡിലോ ഒക്കെ കളിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്ലെയർ ആണ്. ഫിസിക്കലി സ്ട്രോങ് ആണ്, നല്ല ഡ്രിബ്ലിംഗ് എബിലിറ്റി ഉണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ പുള്ളി ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ റാഷ്ഫോർഡിന്റെ കോൺട്രാക്റ്റിൽ ഒരു ബൈബാക്ക് ക്ലോസ് ഒക്കെ യുണൈറ്റഡ് വെച്ചിട്ടുണ്ടായിരുന്നു. 40 മില്യന്റെ ക്ലോസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആസ്റ്റൺ വില്ല എന്തായാലും ആ ഒരു ക്ലോസ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡിലേക്ക് തിരിച്ചു പോവുക. 2028 വരെ പുള്ളിയുടെ ആക്റ്റീവ് കോൺട്രാക്ട് ഉണ്ട്. വേജ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 325K പെർ വീക്ക് എന്ന രീതിയിലുള്ള വേജാണ് റാഷ്ഫോർഡ് വാങ്ങിക്കുന്നത്. പുള്ളി ബാഴ്സയിലേക്ക് പോകുന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. അവരെ നിക്കോ വില്യംസിന്റെ പുറകെ ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ആ സമയത്ത് 2 ഓപ്ഷനാണ് ഇപ്പോൾ യുണൈറ്റഡിന്റെ സൈഡിലുള്ളത്. ഒന്ന്, അമോറിം പുള്ളിയെ ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോണിലൂടെ അയക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ടീം പുള്ളിയെ ലോണിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ 12-13 മില്യന്റെ സാലറി വേജസ് എന്ന് പറയുമ്പോൾ മറ്റ് ലീഗുകൾക്ക് റിയലിസ്റ്റിക്കലി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു തുകയാണ്. അപ്പോൾ ഹാഫ് ഓഫ് ദി പേയ്മെന്റ് യുണൈറ്റഡ് കൊടുക്കേണ്ടി വരും, എന്നിട്ട് ലോണിലൂടെ അയക്കുക എന്നുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. സാൻചോയുടെയും ഈ ഒരു പ്രശ്നത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ റാഷ്ഫോർഡ് തിരിച്ച് യുണൈറ്റഡിന് വേണ്ടി കളിക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ അമോറിത്തിന്റെ പ്ലാനിൽ പുള്ളി ഇല്ല എന്നാണ് ഇനീഷ്യൽ ആയിട്ടുള്ള സൂചനകൾ ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത്. മറ്റൊരു ന്യൂസ് വരുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ലിവർപൂള് മാർക്ക് ഗോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വാർത്ത ഫാബ്രിസിയോ റൊമാനോ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോയ്ക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റൽ പാലസ് ചോദിക്കുന്നത് 45 അല്ലെങ്കിൽ 50 മില്യൺ അടുത്തുള്ള ഒരു തുകയാണ്. പക്ഷെ ലിവർപൂളിന്റെ വാല്യുവേഷൻ പ്രകാരം 25 മില്യൺ മാത്രം കൊടുക്കാനായിട്ടാണ് ലിവർപൂൾ ഇപ്പോൾ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിന് ഓഫർ ചെയ്യുമോ എന്നുള്ള ഒരു റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ 1 വർഷം കൂടി ക്രിസ്റ്റൽ പാലസിന്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ക്രിസ്റ്റൽ പാലസ്. കാരണം അവസാന വർഷത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ പോലും കിട്ടുമെന്ന് നമുക്കറിയില്ല. 2-3 ടീമുകൾ മാർക്ക് ഗോയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്. ലിവർപൂൾ പുള്ളിയെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ലിവർപൂൾ ഫാൻസ് ഒക്കെ ഇപ്പൊ നിൽക്കുന്നത്. കാരണം കോൺസി അവരെ സെല്ല് ചെയ്തു. ഇപ്പൊ വാൻഡേക്കിനും കൊണാറ്റയ്ക്കും ഒരു ബാക്കപ്പ് കൊണ്ടുവരേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത്
ടാമി എബ്രഹാമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം ചെൽസിയുടെ പണ്ടത്തെ സ്ട്രൈക്കറാണ്. അതിനുശേഷം AS റോമയിലേക്ക് പോയി. AS റോമയിലും വേണ്ട രീതിയിലൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ ടാമി എബ്രഹാമിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പുള്ളി ടർക്കിഷ് ലീഗിലേക്ക് പോകുന്നു, ഏതാണ്ട് സൈനിങ്സ് നടത്തിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ്. ഇവിടെ ബസിക്തക്സ് പുള്ളിയെ 15 മില്യൺ പ്ലസ് ആഡ് ഓൺ കൊടുത്തിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അട്രിബ്യൂട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. വെരി വെരി ഗുഡ് ഓൺ എയർ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉള്ള പ്ലെയർ തന്നെയാണ്. പക്ഷേ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 3 ഗോളുകളും 4 അസിസ്റ്റോ അങ്ങനെയാണ് ഈ സീസണിൽ പുള്ളി ആകെയുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. എന്തായാലും ടർക്കിഷ് ലീഗിൽ പുള്ളി പച്ച പിടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.